ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നരിചത്തു നരനായി പിറക്കുന്നു, നരിചത്തുടനോരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു. ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു. ഈശ്വരൻ്റെ വിലാസങ്ങളിങ്ങനെ. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാലിയിലെ കുറച്ച് വരികളാണത്. അതായത് നമ്മൾ നമ്മുടെ കർമ്മങ്ങളനുസരിച്ച് ആണ് വീണ്ടും വീണ്ടും ഭൂമിയിലേക്ക് ജനിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരു നരജന്മം കഴിഞ്ഞു കഴിഞ്ഞാൽ 84 ലക്ഷം വർഷം കഴിയുമ്പോഴാണ് വീണ്ടും ഒരു ജന്മം എടുക്കുന്നത്. ആ ജന്മത്തിൽ ജീവിച്ചിടുന്ന ജന്മത്തിൽ നമ്മൾ പുണ്യവും പാവവും ഒരുപോലെ ചെയ്താൽ നമ്മൾക്ക് ഭൂമിയിൽ വീണ്ടും ജനിക്കും എന്ന് പറയുന്നു. അതേസമയത്ത് പാപം കൂടുതലും പുണ്യം കുറവുമാണെങ്കിൽ നരകത്തിൽ പോയി ജീവിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെയോ പാപം കുറവും പുണ്യം വളരെ കൂടുതൽ, അതായത് ദൈവത്തിൻ്റെ ത്രാസിൽ തൂക്കപ്പെടുമ്പോൾ പുണ്യത്തിൻ്റെ തട്ട് താഴെ വരെ നിൽക്കുമെങ്കിൽ അവിടെ തൂക്കം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ പുണ്യങ്ങൾക്ക് വളരെ കൂടുതൽ ഭാരമുണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോകുമെന്നും, അതായത് ദൈവ ജന്മം നമുക്ക് ഉണ്ടാകുമെന്നും പിന്നീടൊരു ജന്മം ഉണ്ടാവുകയില്ല എന്നും ഒക്കെ പറയുന്നുണ്ട്. എങ്ങനെയായാലും പ്രിയമുള്ളവരെ, നമ്മളെല്ലാം മനുഷ്യരായി ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്നവരാണ്. ഈ ജനനം മുതൽ മരണം വരെയുള്ള കുറച്ച് കാലഘട്ടം മാത്രമേ നമുക്ക് ഈ ഭൂമിയിലുള്ളൂ. അപ്പോൾ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നന്മകൾ ചെയ്ത് ഇപ്പം കഴിയുന്നത്ര ആർക്കും ഉപദ്രവം ചെയ്യാതെ, ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവം ചെയ്യാതെ നല്ലതുപോലെ സത്യസന്ധമായി ജീവിക്കുമെങ്കിൽ നമ്മളുടെ പേരും ഭഗവാന്റെ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ വളരെ ഭംഗിയായി സ്വർണ്ണലിപിയിൽ തന്നെ എഴുതപ്പെടുമെന്ന് നമ്മൾക്കൊക്കെ വിശ്വസിക്കാം. എല്ലാവരും അതിന് പരിശ്രമിക്കുന്നത് നല്ലതായിരിക്കും. നന്ദി, നമസ്കാരം.